നിശ്ചയമായും. കാരണം വെച്ചാൽ ഈ അതിൻ്റെ പ്രഭാവം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടി നടത്തിയ ഈ യാത്രയുടെ സകല ഉള്ള പ്രതിച്ഛായയോട് നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വികസിക്കുന്നതെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ കണ്ട ദൃശ്യങ്ങൾ അത് നമ്മളോട് എന്താണ് പറയുന്നത്? നോക്കൂ, ആ പിള്ളേരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു എന്നേ. യഥാർത്ഥത്തിൽ പോലീസ് അവരെ പിടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ ഒരു അപകടവും സംഭവിക്കാത്തപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന് ഈ പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന ആളാണ് നന്നായി അടിക്കുന്നത്, നന്നായി ആഞ്ഞടിക്കുന്നത്. ഇന്ന് സന്ദീപിൻ്റെ വീടിന് നേരെയാണ് പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രകടനം നടത്തിയത്. അവിടെ അതിൻ്റെ കൂട്ടത്തിൽ എന്നാൽ ഇതിരിക്കട്ടെ എന്ന മട്ടിൽ ഇദ്ദേഹം കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ അനിൽ എന്ന് പറയുന്ന ഗൺമാൻ വന്ന വഴിക്ക് ഒരു അടി കൂടി അടിച്ചിട്ട് അങ്ങ് തിരിച്ചു പോവുകയാണ്. ഈ ഗൺമാൻ പ്രധാനമായും നിൽക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെയാണ്. മുഖ്യമന്ത്രി ഇപ്പം പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനൊരു പോറലേക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ഈ ഗൺമാൻ എന്ന് പറയുന്നത്. അയാൾ സുരക്ഷ ഒരുക്കേണ്ടത് ഈ മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ സുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സൈന്യം ഇതിൻ്റെ ചുറ്റുമായി സഞ്ചരിച്ച് പോകുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ ക്രൂരമായി ആളുകളെ ആക്രമിക്കുന്ന ഒരു രീതി, അതൊരു ക്രിമിനൽ മൈൻഡാണ് കേട്ടോ. അയാൾ ആ കൈകൊണ്ടിങ്ങനെ അടിക്കുന്ന ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ തലക്കടിക്കുക എന്ന് പറയുന്ന അങ്ങേറ്റം ക്രിമിനലായിട്ടുള്ള ആൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. നിങ്ങളെ ഇങ്ങനെ അടിക്കും, അതേസമയം ഇങ്ങനെ അടിക്കുക എന്ന് പറയുന്നത് അത് ഈ ക്രിമിനോളജിയിൽ പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ അടിക്കുന്നതും നിങ്ങൾ ഇങ്ങനെ അടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തലയ്ക്ക് ഇങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം ക്രിമിനലായ ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അത് അവിടെ ആ സാഹചര്യം അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ അവരെ ഓൾറെഡി കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു, അവരങ്ങോട്ട് സൈഡിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് ഒന്നൊരു പ്രകടനം നടത്തി നല്ല 2-3 അടി അടിച്ച് തല പൊട്ടിച്ചതിന് ശേഷം തിരിച്ചു പോവുക എന്ന് പറയുന്നത് ക്രിമിനലാണ്. അയാൾ സന്ദീപ് എന്ന് പറഞ്ഞ ആൾ ക്രിമിനലാണ്, അനിൽ എന്ന് പറഞ്ഞ ആൾ ക്രിമിനലാണ്. ഈ കേരളം അവരെ വെറുതെ വിട്ടുകൂടാ. അതിന് ശരിയായ ശിക്ഷ. അടിക്ക് ചിലപ്പോൾ തിരിച്ചടി തന്നെയാണെന്നല്ല, ഒരു കലാപാഹ്വാനമാണെന്ന് തന്നെ കരുതിക്കൂ. അത് ആ രണ്ടാളുകളെയും, ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ആ രണ്ടുപേരെയും വെറുതെ വിട്ടുകൂടാ. Meet the editors.